ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലൂഫ് എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഇസുക്ക് പയ്യൻ അവനാണെങ്കിൽ ഇപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അവൻ്റെ മൈൻഡിലൂടെ എൻ്റെ മാസ്റ്റേഴ്സും ഫ്രണ്ട്സും എല്ലാവരും കടന്നു പോവാണ്. അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവാൻ പാടില്ല, എല്ലാവരും സേഫ് ആയിട്ടുണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന അതേസമയം ആരോ അവനോട് സംസാരിക്കുന്നതായിട്ട് അവന് തോന്നും. ഇസുക്ക്, നീ കണ്ണു തുറക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊരു ശബ്ദമായിരിക്കും അവൻ കേൾക്കുക. അത് മറ്റാരുമല്ല, ഇതിനു മുൻപ് 1 for All പവർ ഉപയോഗിച്ച അവരാണെങ്കിൽ ചെയറുകളൊക്കെ ഇട്ട് ഇസുക്കിന് ഫേസ് ടു ഫേസ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. ഇപ്പൊ പഴയതുപോലെയല്ല, ഹീറോയെ കൊണ്ട് ആ 1 for All പവർ ഒരുപാട് അധികം ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും വ്യക്തമായിട്ട് കാണാൻ ഹീറോയെ കൊണ്ട് കഴിയുന്നുണ്ട്. ഹീറോയുടെ മുൻപിൽ ചെയർ ഇട്ടിരുന്ന് സംസാരിക്കാൻ ഉതകുന്ന വിധത്തിൽ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ലാസ്റ്റ് നടന്ന ഫൈറ്റിലാണ് അത്രയും പവർ പുറത്തു വന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ ഈ ഒരു എബിലിറ്റി എല്ലാം ലഭിച്ചതും. ഹീറോ ആണെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും, പക്ഷേ അവന്റെ വായിലാണെങ്കിൽ എന്തോ ഒന്ന് വെച്ച് ക്ലോസ് ചെയ്തതുപോലെയാണ്. അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. എങ്കിലും പറ്റും പോലെ അവൻ ശ്രമിക്കും. ആ സമയം 1 for All പവറിന്റെ 4th യൂസർ ആണെങ്കിൽ അവനോട് സംസാരിക്കും. എൻ്റെ പവറാണ് ലാസ്റ്റ് ഫൈറ്റിൽ നീ ഉപയോഗിച്ചതും റിവീൽ ചെയ്തതും പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നെക്കൊണ്ട് ഡേഞ്ചർ സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അതേ സെൻസിങ് പവറാണ് നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അടുത്തുള്ള ആളെ അറ്റാക്ക് ചെയ്യും. ആളാണെങ്കിൽ ആ പവർ തെന്നി മാറും. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ പവർ ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യും. ആക്ച്വലി ഹീറോയ്ക്കാണെങ്കിൽ 4th യൂസർ ആളെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല. അത് ആ ബുക്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ ആ കാര്യം ആ 4th യൂസറിനോട് ചോദിക്കും. അതിനവൻ പറയും, 1 for All പവർ ഒരു നിസ്സാര പവറല്ല, അതിന് ഒരുപാട് എഫേർട്ട് അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 40 വയസ്സ് വരെ മാക്സിമം പവറുമായിട്ട് ഞാൻ മുൻപോട്ടേക്ക് പോയി. പിന്നെ വയസ്സായി ഞാൻ മരിച്ചു. ഈ ഷിനോമോരിയാണ് ഏറ്റവും കൂടുതൽ കാലം ആ ഒരു 1 for All പവർ അത് ഉപയോഗിച്ചത്. ഒരുപാട് സമയം അവൻ ആ പവർ ഉപയോഗിച്ച് ട്രെയിനിങ് കൊടുത്ത് അവൻ്റെ ബോഡിയെ ഡെവലപ്പ് ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ബോഡിയിൽ ചില സൈഡ് എഫക്റ്റ് അത് കണ്ടു തുടങ്ങി. അതിനുശേഷം അവൻ മരണപ്പെട്ടു. ഓട്ടോപ്സി റിപ്പോർട്ടിലാണ് അവൻ വയസ്സായാണ് മരണപ്പെട്ടതെന്ന് എല്ലാവരും മനസ്സിലാക്കിയത്. അവൻ്റെ ബോഡിയിൽ ആ ക്വിക്സ് പവർ അതങ്ങനെ കൂടി വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇപ്പോൾ ആൽമൈറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയ്ക്കും അവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ ആ ക്യൂക്സ് പവറില്ല. ആൽമൈറ്റിനും അതുപോലെ തന്നെ ഇസുക്കിനും അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം പവറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ 1 for All പവറിനെ കൂടെ ഒരു പവറും ആഡ് ആയിട്ടില്ല. എന്നാൽ ബാക്കിയുള്ളവർക്ക് എക്സ്ട്രാ പവർ ഉള്ളതുകൊണ്ട് തന്നെ അത് ഈ 1 for All ആയിട്ട് ആഡ് ആയി. മാത്രമല്ല 1 for All പവർ ഇസുക്കിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടും മൈറ്റ് മാസ്റ്ററിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ആളിപ്പോഴും ജീവനോട് കൂടെ തന്നെ ഉണ്ട്. ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയണേ ചോദിക്കും. അതിനവർ പറയും, അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിന്നെക്കൊണ്ട് ഇനി 1 for All പവർ അതാർക്കും പാസ് ചെയ്യാനായിട്ട് കഴിയില്ല. നീയാണ് അവസാനമായിട്ട് ഈ 1 for All പവർ യൂസ് ചെയ്യാൻ പോകുന്ന ആള്. അത് കേട്ട് അവൻ ഞെട്ടും. ഞാനാ ഷിമുറയാണെങ്കിൽ നിന്നെക്കൊണ്ട് ആ ഡാബുറയെ അവനെ കൊല്ലാൻ കഴിയുമെന്ന് ചോദിക്കും. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഹീറോ ആണെങ്കിൽ അവന്റെ ലൈഫിൽ ഇതുവരെ ആരെയും കൊല്ലണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോൾ അവൻ ഒരു സൂപ്പർ ഹീറോ കൂടെയാണ്. സൂപ്പർ ഹീറോസ് നോർമലി ആരെയും കൊല്ലാറുമില്ല. ഉടനെ അവർ പറയും, ആക്ച്വലി ആ ഡബോറയ്ക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഇപ്പോൾ ആൽഫാർ 1 അവന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ആൽഫാർ 1 വളർത്തിയതാണ് ഡബോറയെ. അവർ രണ്ടുപേരും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഡബോറ. 1 for All പവർ കിട്ടണമെങ്കിൽ മനസ്സിനുള്ളിൽ വാശിയും വൈരാഗ്യവും ഒക്കെ തന്നെ വേണം. ഡോമറയ്ക്ക് ചെറുപ്പം മുതലേ അതുണ്ട്. അതുകൊണ്ടാണ് ആൽഫാർ 1 അവനെ കൺട്രോളിലെടുത്ത് അപ്രകാരം ആ 1 for All പവർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആൽഫാർ 1നെ തകർക്കാനാണ് 1 for പവർ പോലും ക്രിയേറ്റ് ആയിരിക്കുന്നത്. മാസ്റ്റർ ആൽഫാർ 1നെ പിടിച്ചുവെങ്കിലും ഇപ്പൊ ആ സെല്ല് തകർത്ത് അവൻ ഡോമറയുടെ സഹായത്താൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോമറയെ കൊല്ലാതിരിക്കാൻ നിനക്ക് കഴിയോ? അതിന് നമ്മുടെ ഹീറോ പയ്യൻ പറയും, സത്യത്തിൽ എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല. കാരണം അവന്റെ ഉള്ളിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ കണ്ടു. ഡോമറ ബാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ ഉള്ളിലും ഒരുപാട് സഫർ ചെയ്ത ഒരാളുണ്ട്. 1 for All പവർ അത് മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു പവറാണെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ആക്ച്വലി എനിക്ക് ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മാസ്റ്റർ ആൽമൈറ്റിനെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു പവർ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാൻ തുടങ്ങിയെന്ന് പറയും. അതേസമയം ഇപ്പോൾ ഹീറോയുടെ ഭാര്യ ബ്ലോക്ക് അതങ്ങനെ കുറഞ്ഞു വരും. ഡോമറയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും തിരികെ പിടിക്കും. അവനെ ഞാൻ കൊല്ലില്ല. അത് കേട്ട് നാനാ ഷിമുറാക്കിക്ക് അടക്കം എല്ലാവർക്കും ഒരുപാട് സന്തോഷം. 1 for All പവർ കൃത്യമായിട്ടുള്ള കൈകൾ തന്നെയാണ് എത്തിയതെന്ന് അവർക്ക് ബോധ്യപ്പെടും. ആക്ച്വലി ഡോബറയെ കൊല്ലാനല്ല അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മുടെ ഹീറോ എന്ത് മറുപടി അതിന് തരുമെന്ന് അറിയാനാണ് ചോദിച്ചത്. ഉടനെ അവരെല്ലാവരും അവരുടെ പവറും ഇസുക്കിന് കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. അത് കേട്ട് ഇസുക്കാണെങ്കിൽ വണ്ടറടിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ മാസ്റ്റർ അവനാണെങ്കിൽ ഇസുക്ക് പയ്യനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആക്ച്വലി ഇന്നർ മൈൻഡിൽ ഇസുക്ക് പയ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം അത് ഇപ്പോൾ മാസ്റ്ററിന് മനസ്സിലായി. ഇസുക്ക് പയ്യനാണെങ്കിൽ വളരെ സെൻസിബിൾ ആയിട്ടും ഇമോഷണലിയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുകയാണ്. ആ സമയം ഇപ്പോൾ ഓക്സും ഡീനിസ്റ്റും അവിടേക്ക് കടന്നു വരികയാണ്.
ജീനിസ്റ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാൻ താല്പര്യമില്ല. ഇസുക് പൈൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശമാണല്ലേ? അതിന് മാസ്റ്റർ പറയും, അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ റിക്കവർ ആവുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവന് കോൺഷ്യസ് വരാം. മാസ്റ്റർ ആൽമൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അതിന് അവർ പറയും, ഞങ്ങൾക്ക് 1 for All പവറിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവനോട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാനുണ്ട്. അത് കേട്ട് മാസ്റ്റർ ഞെട്ടും. ഓൾറെഡി ആൽഫാർ 1 പറഞ്ഞതനുസരിച്ച് 1 for All പവറിനെ കുറിച്ച് ഇപ്പോൾ ജനങ്ങൾക്കിടയിലും മീഡിയയ്ക്കിടയിലും ഒരു സംസാര വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ ഇവരും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോരാടുന്നത് വില്ലന്മാരോട് മാത്രമല്ല, പബ്ലിക്കിൻ്റെ ഇമോഷൻസിനോട് കൂടെയാണ്. സോ ഈ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് കേട്ട് ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലാവും. മാസ്റ്റർ ആണെങ്കിൽ ആ 1 for All പവർ അത് ഇസുക് പയ്യന് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഈ പവറിനെ കുറിച്ച് ആരോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. ഇത് സൊസൈറ്റിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമുണ്ടാവും. ഇപ്പോൾ സൊസൈറ്റിക്കിടയിലും ഇവർക്കിടയിലും വലിയ കുഴപ്പം വന്നിരിക്കുകയാണ്. ജീനിസ്റ്റും ഓക്സും അവർ രണ്ടുപേർ നിസ്സാരക്കാരല്ല, സത്യം എന്താണെന്ന് അവർ ഉറപ്പായാലും കണ്ടുപിടിക്കും. വേറെ വഴിയില്ല, ഈ കാര്യങ്ങൾ ഇവരോട് ഞാൻ തന്നെ പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് മാസ്റ്റർ ആണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുപോകും. കട്ട് ചെയ്ത സിറ്റി ആണെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ്. ജനങ്ങൾ ഒരുപാട് പേര് സൂപ്പർ ഹീറോസിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻഡവർ ആണെങ്കിൽ ഒരുപാട് ജനങ്ങളെയും മീഡിയാസിനെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് ഒരു പ്രസ് കോൺഫറൻസിൽ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. അദ്ദേഹമാണെങ്കിൽ ആദ്യമായിട്ട് റിവീൽ ചെയ്തത് ലീഗ് ഓഫ് വില്ലൻസിലുള്ള ആ ഡോബി അവൻ എൻ്റെ മകൻ തന്നെയാണെന്ന്. അത് കേട്ട് എല്ലാവരും അമ്പരക്കുകയാണ്. അത് പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ വായിൽ നിന്ന് അത് വീണപ്പോൾ അവരത് വിശ്വസിച്ചു. അതിനുശേഷം ഇപ്പൊ ജീനിയസ്റ്റിനെ ഓക്സ് കൊന്ന കാര്യം ചോദിക്കും. അതിന് അദ്ദേഹം പറയും, വില്ലൻസിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായി അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാനാണ് ഓക്സ് അപ്രകാരം ഒരു ഡ്രാമ നടത്തിയത്. ജീനിയസ് അവൻ ഇപ്പോഴും ജീവനോട് കൂടെ തന്നെയുണ്ട്, അവൻ മരിച്ചിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ അവൻ കള്ളം പറഞ്ഞതാണ്. സത്യത്തിൽ ട്വൈസിനെ ഓക്സ് കൊന്നു. അതിനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ അദ്ദേഹം പറയും. മാത്രമല്ല ഡോബി വളർന്നു വന്ന സാഹചര്യം എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കും. ആ ട്വൈസിനെ ആ സമയം കൊന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ്റ്റ് ആക്കി മാറ്റിയാനെ. അതുകൊണ്ടാണ് ഓക്സിന് അത് ചെയ്യേണ്ടി വന്നത്. ഉടനെ വേറെ റിപ്പോർട്ടർ ആണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും, ആ ഡ്രൈവ് മാൻ മാക്കിയ അവൻ സിറ്റിയിലേക്ക് വന്നതാണ് ഇത്രയധികം പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അവനെ എന്തുകൊണ്ട് നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല? അതോ ഇതും ഒരു പിഴവായിട്ട് നിങ്ങൾ സോറി പറയാൻ പോവാണോ? നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് ഇവരെ ഒന്നും തടയാനായിട്ട് കഴിഞ്ഞില്ല? മാത്രമല്ല നിങ്ങളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും കാണുന്നില്ല. അതിനർത്ഥം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം നേരെ കണ്ണടക്കുകയായിരുന്നു എന്നാണോ അർത്ഥം? ഉടനെ എൻഡവർ ചോദിക്കും, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഇപ്രകാരം സംസാരിച്ച നിങ്ങൾ വിശ്വസിക്കുമോ? സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സൂപ്പർ ഹീറോസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയ അത് ഞങ്ങളിപ്പോൾ ചുരുക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റിൽ ജനങ്ങൾ മാത്രമല്ല ഒരുപാട് സൂപ്പർ ഹീറോസ് മരിച്ചു. മാത്രമല്ല കുറെ സൂപ്പർ ഹീറോസ് റിസൈൻ ചെയ്തു പോയി. സോ മാക്സിമം ഫാമിലിയെ സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. ഏരിയ ചുരുക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സർവൈലൻസ് അത് വളരെ എളുപ്പമായിരിക്കും. സോ കൂടുതൽ ആൾക്കാരെ US സ്കൂളിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പ്രയോറിറ്റി കൊടുത്തതനുസരിച്ച് US സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരൻസിനെ ആദ്യം തന്നെ അവിടേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെ അതനുസരിച്ച് അവിടേക്ക് മാറ്റും. നിങ്ങളാണെങ്കിൽ അത് കേട്ട് ബഹളം വെക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ എന്തായി പറയണേ? ഞങ്ങളുടെ സ്വത്തും വീടും ഒക്കെ ഇട്ടെറിഞ്ഞ് എവിടേക്കോ ഞങ്ങൾ വന്ന് താമസിക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫ്യൂച്ചർ അതെന്താവും? എൻഡവർ ആണെങ്കിൽ ടെൻഷനായി ദേഷ്യപ്പെടും. നിങ്ങളുടെ ഫ്യൂച്ചറിനും ജീവനും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി തന്നെയാണ് ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സൂപ്പർ ഹീറോസിനെ അവഹേളിക്കുന്നതിനും കുറ്റപ്പെടുന്നതിനും പകരമായിട്ട് നിങ്ങൾക്കതെല്ലാം എന്നെ ചെയ്യാമെന്ന് പറയും. അത് കേട്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് കുറ്റബോധം തോന്നുകയാണ്. എൻഡവർ ആണെങ്കിൽ ഫേസിലൂടെ ഫയർ പുറത്തേക്ക് കൊണ്ടുവരും. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഇമോഷനോട് കൂടെ പറയും. ഇവിടെ സൂപ്പർ ഹീറോസും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഡോബി ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ഇതൊന്നും പോരാ, നമുക്ക് നല്ല ഫയർ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. ഉടനെ 1 for All പവറിനെ കുറിച്ച് ചോദിക്കും. അതിന് അദ്ദേഹം എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് മറുപടി നൽകും. കട്ട് ചെയ്ത ഇവിടെ US സ്കൂൾ കാണിക്കുകയാണ്. ഇസുക് പയ്യനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ലെറ്റർ എഴുതി വെച്ച് അവിടുന്ന് പോയിരിക്കുകയാണ്. അവനാണെങ്കിൽ എല്ലാവരോടും താങ്ക്സ് പറയും. 1 for All പവറിനെ കുറിച്ചും അവരോട് എല്ലാവരോടും പറയും. ആ 1 for All പവറിന് വേണ്ടിയാണ് ഡോബറയും അതുപോലെ തന്നെ ആൽഫാർ 1 ശ്രമിക്കുന്നത്. ആക്ച്വലി ആൽമൈറ്റ് മാസ്റ്ററാണ് ആ പവർ എനിക്ക് തന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും ആപത്താണ്. നിങ്ങൾ എനിക്ക് സമ്മാനിച്ച നല്ല മെമ്മറീസിനെല്ലാം ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ ആ കത്ത് ചുരുക്കും. എല്ലാവരും ആ കത്ത് വായിച്ച് വിഷമിക്കും. ഉറാറയ്ക്കാണെങ്കിൽ ദേഷ്യം വരും. നീ മണ്ടത്തരമാണ് ഇസുക് ചെയ്തതെന്ന് പറഞ്ഞ് ആണെങ്കിൽ ആ കത്ത് ചുരുട്ടി കൂട്ടും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്ന സിറ്റി കാണിക്കും. അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ടെററായി മാസായി നിന്ന് മാസ്ക് ഇട്ട് ഇനി എൻ്റെ ഊഴമാണെന്ന്